24 ന്യൂസിനെ പോലെയുള്ള മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, 24 ന്യൂസ് മാത്രമല്ല എല്ലാ ദൃശ്യമാധ്യമങ്ങളും മറയ്ക്കുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ചില വാർത്തകളുണ്ട്. ആ വാർത്തകളും കൂടി ഇവിടെ ചർച്ചയാക്കപ്പെടേണ്ടതല്ലേ? ഇവരെ സംബന്ധിച്ചിടത്തോളം പരസ്യം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവം. പരസ്യം കൊടുക്കാത്തവനെ ഏത് രീതിയിലും ശരിയാക്കാൻ നോക്കും. സെക്യൂരിറ്റി ജീവനക്കാർ തൊട്ട് സ്വന്തം കമ്പനിയുടെ CEO വരെയായിരുന്നവരെയും പാർട്ട്ണർ വരെയായിരുന്നവരെയും പറ്റിച്ചിട്ടുള്ള സിദ്ദിഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഭൂലോക ഫ്രോഡിനെ എതിരായിട്ട് ഇവരാരും വാർത്ത കൊടുക്കുന്നില്ല. ഇയാൾക്കും സമയം കൊടുത്ത സിദ്ദിഖ് അഹമ്മദിന് ഇഷ്ടംപോലെ സമയം കൊടുത്ത. അപ്പോൾ അവൻ ഒരു മറ്റേടത്തെ വക്കീൽ നോട്ടീസ് അയച്ചേക്കുക. ഇൻഡോ അറബ് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന കാര്യമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കാരുടെ വിശ്വാസ്യത തകർക്കുന്ന, ഇന്ത്യക്കാരൻ പറ്റിക്കാൻ വരുന്നവനാന്നുള്ളത് മനസ്സിലായില്ലേ? ഇവനോട് വന്നിട്ട് നമ്മൾ ചതിക്കുക എന്നുള്ള അറബികൾ ഇനി എല്ലാ ഇന്ത്യക്കാരെ സംശയത്തോടുകൂടി ഈ വീഡിയോ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ വരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു രാജ്യത്തെ ജനതയുടെ മുഴുവൻ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. രാജഭായ് നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് 24 ന്യൂസ് പുറത്തുവിട്ടിട്ടുള്ളത് ബാർക്ക് റേറ്റിംഗിലെ തട്ടിപ്പിനെ കുറിച്ചാണ്. അതെ, ഈ ബാർക്ക് റേറ്റിംഗിലെ തട്ടിപ്പിനെ കുറിച്ച് 24 ന്യൂസ് സംസാരിക്കുന്ന സമയത്ത് 24 ന്യൂസിനെ പോലെയുള്ള മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, 24 ന്യൂസ് മാത്രമല്ല എല്ലാ ദൃശ്യമാധ്യമങ്ങളും മറയ്ക്കുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ചില വാർത്തകളുണ്ട്. ആ വാർത്തകളും കൂടി ഇവിടെ ചർച്ചയാക്കപ്പെടേണ്ടതല്ലേ? അല്ലേ, ഇവിടെ ചട്ടയം മുള്ളു കൊടുത്ത് നടക്കുന്നവൻ ഫ്രാഞ്ചൈസി കൊടുക്കാന്ന് പറയുമ്പം അയാൾക്കെതിരെ ഒരു മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നില്ല. ഇവിടെ മൊബൈൽ വ്യാപാര രംഗത്ത്, മൊബൈൽ ഫോണിൻ്റെ വ്യാപാര രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന, പിന്നെ ആദ്യം 3G ആയിരുന്നു, പിന്നെ 4G ആക്കി, പിന്നെ 5G ആക്കി, ഇപ്പോൾ വേറെന്തോ G ആയി. ആ നടക്കുന്ന സ്ഥാപനത്തിനെതിരെ ഒരാളും വാർത്ത കൊടുക്കുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം പരസ്യം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവം. പരസ്യം കൊടുക്കാത്തവനെ ഏത് രീതിയിലും ശരിയാക്കാൻ നോക്കും. പരസ്യം കൊടുക്കാതിരിക്കുന്നത് സ്റ്റുഡിയോ പോലെയുള്ള ചില സ്ഥാപനങ്ങളേ ഉള്ളൂ. അവർക്ക് അല്ലാതെ തന്നെ അവർ വിറ്റടിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർക്ക് റേറ്റിംഗിലെ തട്ടിപ്പെന്ന് പറയുമ്പം കേരളത്തിലെ സമീപകാല കേരളം കണ്ട ഏറ്റവും വലിയൊരു ഭൂലോക ഫ്രോഡ് ഒരു പ്രാഞ്ചിയേട്ടനുമാണ്, പിന്നെ അഴകിയ രാവണനുമാണ് അതിൻ്റെ കൂട്ടത്തിൽ ഭൂലോക ഫ്രോഡ്. സെക്യൂരിറ്റി ജീവനക്കാർ തൊട്ട് സ്വന്തം കമ്പനിയുടെ CEO വരെയായിരുന്നവരെയും പാർട്ട്ണർ വരെയായിരുന്നവരെയും പറ്റിച്ചിട്ടുള്ള സിദ്ദിഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഭൂലോക ഫ്രോഡിനെ എതിരായിട്ട് ഇവരാരും വാർത്ത കൊടുക്കുന്നില്ല. നമ്മൾ കൊടുത്തു, നമ്മൾ ഫോളോ അപ്പ് നടത്തുന്നുണ്ട്, നമ്മളതിൻ്റെ വേറെ ദിശയിലേക്ക് പോകും. നമ്മൾ പറഞ്ഞാൽ ഏറ്റെടുക്കാൻ പറ്റുന്ന ചില മാധ്യമങ്ങളുമുണ്ട്, അവരെ കൊണ്ടുകൂടെ കൊടുപ്പിക്കും. നമ്മളെന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് നീതി മേടിച്ചു കൊടുക്കാനുള്ള സമയം അയാൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നമ്മൾ സമയം കൊടുക്കാറുണ്ട്. നമ്മൾ രാഹുലിന് സമയം കൊടുത്തു, നമ്മൾ ഷാഫിക്ക് സമയം കൊടുത്തു, റെക്ടിഫൈ ചെയ്യാനുള്ള സമയം കൊടുത്തു, തിരുത്താനുള്ള സമയം കൊടുക്കുക മാത്രമല്ല, പിന്നെ ഇരകളോട് നീതിപൂർവ്വം പെരുമാറാൻ എല്ലാവരും കൂടെ കെട്ടാൻ ഒന്നും പറഞ്ഞില്ല, എന്നാലും അതിനെല്ലാം ഉള്ള സമയം കൊടുത്തു. മനുഷ്യനാണ്, പഴുപറ്റും, പക്ഷേ തിരുത്തിയില്ല. അപ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങിയത്. ഇയാൾക്കും സമയം കൊടുത്ത സിദ്ദിഖ് അഹമ്മദിന് ഇഷ്ടംപോലെ സമയം കൊടുത്ത. അപ്പോൾ അവൻ ഒരു മറ്റേടത്തെ വക്കീൽ നോട്ടീസ് അയച്ചേക്കുക. വക്കീൽ നോട്ടീസ് എനിക്കും അയച്ചു, സിബിക്കും അയച്ചു. പിന്നെ എനിക്ക് അയച്ചതിനകത്തുണ്ട് വേറെയും കുറേ ആൾക്കാരുടെ പേര്, എനിക്കറിയാത്ത ആൾക്കാരുടെ പേര് വരെയുണ്ട്. അവരൊക്കെ ഇതിനകത്ത് പിന്നെ ബന്ധപ്പെട്ട പേരുകളാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വക്കീൽ നോട്ടീസിനകത്ത് ഒരു രസകരമായ ഒരു സംഭവമുണ്ട്. എന്റെ കക്ഷിക്ക് 100 കോടി രൂപയുടെ മാനനഷ്ടത്തിന് അവകാശമുണ്ട് എങ്കിലും എന്റെ കക്ഷിയുടെ മഹാമനസ്കതയെ പരിഗണിച്ചുകൊണ്ട് അത് 50 കോടിയായി ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു, ഒരു ദയ നൽകിയിരിക്കുന്നു. ഞാൻ പറയുന്നത് ആണാണെങ്കിൽ ഈ 50 കോടിയുടെ 10% കോടതിയിൽ കെട്ടിവെച്ച് കേസ് അങ്ങോട്ട് നടത്തുന്ന, ഡിഫോർമേഷൻ കേസ് അങ്ങോട്ട് നടത്ത്. അതല്ല ചെയ്യേണ്ടത്. അല്ല, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും എന്നുള്ള അല്ല വിഷയം. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് ഡിഫോർമേഷൻ കേസ് കൊടുക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കട്ടെ. നമ്മൾ പറഞ്ഞതിനകത്താണ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിവിൽ സ്യൂട്ട് വേറെ കൊടുക്കാം. അതിനുള്ള എല്ലാം വകുപ്പുകളുണ്ട്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നടക്കുന്ന A to Z കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. വലിച്ചു കയറി ചുമരിൽ ഒട്ടിക്കാൻ പറ്റുന്നതിൻ്റെ ചെറിയ രീതിയിലുള്ള പണി നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് ഒട്ടിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ ഇല്ലാതാക്കണം എന്നുള്ള ആഗ്രഹം നമുക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരകൾക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിതിനകത്ത് ചെയ്തിട്ടുള്ളത്. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണോ, വാർത്ത കൃത്യമായിട്ട് അവതരിപ്പിക്കലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് അല്ല നമ്മൾ നോക്കുക. നമ്മളിപ്പോൾ വഴിയരികിൽ ഒരാൾ വണ്ടി ഇടിച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ആളുടെ വണ്ടി ഇടിച്ചു, ആ വണ്ടി ഇടിച്ച വണ്ടിയുടെ നമ്പറും ഈ മറ്റേ ആൾ പടയ്ക്കുന്ന പിന്നെ ഫോട്ടോയും എല്ലാം കൂടെ എടുത്തിട്ട് വാർത്ത കൊടുക്കുന്നതിനപ്പുറത്ത് നമ്മളൊരു ധാർമ്മികതയുടെ പക്ഷത്ത് നിൽക്കുന്നവരാണ്. ആ ധാർമ്മികതയുടെ പക്ഷത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ആ സമയത്ത് ആ വാർത്ത കൊടുക്കാനും ലൈവ് കൊടുക്കാനും എല്ലാം നിൽക്കുക. നമ്മൾ കോരിയെടുത്ത് ആശുപത്രി കൊള്ളാൻ നോക്കും. തീർച്ചയായും അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെയ്യുമ്പോൾ ഇവൻ അപ്പം പിന്നെ വക്കീൽ നോട്ടീസ് അയക്കുമ്പോൾ അതും ഏതോ വിവരം കേട്ട വക്കീൽ, ആൾക്ക് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്നിട്ട് എന്തൊക്കെയോ എഴുതിയിരിക്കുക. അതിനകത്ത് തന്നെ അയാൾ പറയുന്നു, എന്നെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനവിടെ വർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്, അസിസ്റ്റൻറ്റ് മാനേജറായിട്ട്.
ഞാൻ റിസൈൻ ചെയ്തു എന്നാണ് പറയുന്നത്, എന്നെ ടെർമിനേറ്റ് ചെയ്തു എന്നല്ല പറയുന്നത്, ഞാൻ റിസൈൻ ചെയ്തു. അതിന് മുമ്പ് ഞാൻ കമ്പൽസറി ലീവിൽ പോയി. കമ്പൽസറി ലീവിൽ പോയെന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന മാൽ പ്രാക്ടീസുമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഞാനവിടെ ചെല്ലുമ്പം വെച്ചിട്ടുള്ളൊരു വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ട് അവരടുത്ത് കൊടുത്തിട്ടുള്ളത്. ആ വിഷൻ ഡോക്യുമെൻ്റ് പ്രകാരമാണ് ഞാനിവിടെ ഏറ്റെടുക്കുന്നത്. ആ കോമ്പൗണ്ടാക്കി മാറ്റുന്നതും 10-25 ഏക്കർ സ്ഥലത്ത് മൊത്തം ഇവർ അവിടെ റോഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു. എങ്ങനെയാണെന്നറിയോ? ആ റോഡിൽ കൂടെ ആർമിലെ ടാങ്ക് പോലും കയറത്തില്ല. ഞാനതെല്ലാം മാറ്റി അതിൻ്റെ സ്ട്രക്ചർ മുഴുവൻ മാറ്റി എല്ലാ ഏരിയയും ടച്ച് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ മൊത്തം ഭൂമിശാസ്ത്രം മാറ്റി. ഇതെല്ലാം വന്നു കഴിയുമ്പോഴും ഇവർക്ക് ഇതിലെല്ലാം കച്ചവടമാണ് താല്പര്യം. സിബി പിന്നെ കാലിത്തീറ്റ കുംഭകോണം നമുക്കറിയാം, ലാലുപ്രസാദ് യാദവില്ല പശുവിന് കൊടുക്കാനുള്ള കാലിത്തീറ്റ കട്ടുകൊണ്ട് പോയത്. ഇയാൾ പശുവിന് കൊടുക്കാനുള്ള പുല്ല് കട്ടുന്നേ നക്കി. ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഇവനെയൊക്കെ നക്കി എന്നല്ലാതെ എന്താ വിളിക്കുന്നത്? എന്നിട്ട് പിന്നെ 93,000 രൂപ പാവപ്പെട്ട ആൾക്കാർക്ക്, ക്ഷീരകർഷകർക്ക് കിട്ടേണ്ടുന്ന ഇതെടുത്തിട്ട് ആനയ്ക്ക് വിറ്റിട്ട് പൈസ മേടിച്ചു, ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. ET Now എന്ന് പറയുന്ന ഒരു നാഷണൽ മീഡിയയ്ക്ക് കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് ഇയാൾ തന്നെ പറയുന്നതാണ് ഇയാൾ ഒരു ബിനാമി കമ്പനിയാണ് സൗദിയിൽ നടത്തുന്നതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലീഗൽ ബിസിനസ്സാണ് കൂടുതലായിട്ട് സൗദിയിൽ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തെക്കുറിച്ച് ആ രാജ്യത്തിരുന്നുകൊണ്ടാണെന്ന് ഇയാൾ ഇത് പറയുന്നത്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. Your understanding of Saudi Arabia as the next investment destination. The sense which we brought at the FI conferences that Saudi Arabia is not just only about oil. It is about investment, it is about new technology, and it is also about tourism. Thank you so much. First of all, give me an opportunity to sit with you. You are the legend for the media, so I'm so happy to be with you today. When you're talking about Saudi Arabia, I got last 38 years here. I know in and out what happened to this country. The country was going through a lot of transformations. It is not something small, which is unbelievable. When I arrived here in 95, I cannot move to one city to other city without getting authorization and getting so many procedures are there. Believe me, today the Saudi Arabia makes people life easy. The country becoming happiness country. That's what important to say. Earlier we all work illegally, we do the business illegally. It's illegally because we can't do it in the business directly with the government of license. We have to go with the part of some Saudi people to get into their license, and we work as a binami, we can say. ഇയാൾ പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് പിന്നെ ഇത് ഒരു പിന്നെ ഇൻഡോ അറബ് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന കാര്യമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ ഇല്ലാതാക്കുന്ന, അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കാരുടെ വിശ്വാസ്യത തകർക്കുന്ന, ലക്ഷക്കണക്കിന് പ്രവാസികളെ ബാധിക്കുന്ന. കാരണം ഇന്ത്യക്കാരൻ പറ്റിക്കാൻ വരുന്നവനാന്നുള്ളത് മനസ്സിലായില്ലേ? ഇവനിവിടെ വന്നിട്ട് നമ്മൾ ചതിക്കുക എന്നുള്ള അറബികൾ ഇനി എല്ലാ ഇന്ത്യക്കാരെ സംശയത്തോടുകൂടി ഈ വീഡിയോ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇവനെപ്പോലുള്ള ഒരു കാരണമാണ് സത്യസന്ധമായി ജോലി ചെയ്ത് ജീവിക്കുന്നവരെ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതെന്നുള്ളതാണ്. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഇന്ത്യൻ ഫോറിൻ അഫയേഴ്സ് വഴിയായിട്ട് സൗദി വിദേശകാര്യ മന്ത്രാലയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഓൾറെഡി എത്തിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് മാത്രമല്ല, ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റി പോവുകയല്ലേ. ഇപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ പലരും അഫ്ഗാനിസ്ഥാന് വിസ കൊടുക്കുന്നില്ല, മറ്റ് പല രാജ്യങ്ങൾക്കും വിസ കൊടുക്കുന്നില്ല. പിന്നെ പാകിസ്ഥാനികൾക്ക് പോലും പുതിയ വിസ അലോ ചെയ്യുന്നില്ല പല രാജ്യങ്ങളും. അങ്ങനെയുള്ള സുഡാനിൽ പുതിയ വിസ പിന്നെ അലോ ചെയ്യുന്നില്ല. ഈ രീതിയിൽ അവർക്കവിടെ സമാധാനമായിട്ട് ജീവിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഉടായ്പും കൊണ്ട് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം ഈ ഗൾഫ് രാജ്യങ്ങളുടെ അറബികളെന്ന് പറഞ്ഞാൽ അവരായിരിക്കും സ്പോൺസേഴ്സ്. അവരുടെ സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ അവർ അൺകണ്ടീഷണലായിട്ട് എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. അത് ചെയ്ത് ഈ മലയാളികൾ ചില ആൾക്കാർ, ഇയാളെപ്പോലുള്ള ചില ആൾക്കാർ ഉടായ്പ നടത്തിയാണ് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും പലരും വിശ്വാസമില്ലാത്ത അവസ്ഥയുണ്ടായത്. മറ്റേത് അവരവിടെ നിന്ന് ഇവിടെ മലയാളികളുടെ വീട്ടിൽ വരുമായിരുന്നു പിന്നെ ഉള്ള ആളുകളുടെ ആ ഒരു രീതിയിലുള്ള അവസ്ഥയിൽ നിന്ന് മാറുകയാണ്. ഇയാൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സിൻസ് ലാസ്റ്റ് 38 years ഐ ആം ഹിയർ എന്ന് പറയുമ്പോൾ 1 വർഷം മുമ്പ് നടന്നിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇപ്പോൾ 39 years ആയി. ഐ നോ എവറിത്തിങ് ഇൻ ആൻഡ് ഔട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഓവർ ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ലൂപ്പ് ഹോൾസ് വെച്ചിട്ട് ഞാൻ പിന്നെ ഇവിടെ അകത്തും പുറത്തും നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ അയാൾ വെച്ചിട്ട് ഉടായ്പ നടത്തിയെന്നാണ്. ഒരു കാര്യത്തിൽ ഞാൻ അയാളോട് ബഹുമാനിക്കുന്നുണ്ട്. അതായത് ഞാൻ തട്ടിപ്പുകാരനാണെന്ന് സ്വയം പറയാനുള്ള, ഞാൻ ആനക്കൊമ്പ് എടുക്കുന്നവനായിരുന്നെന്ന് പിന്നെ വീരപ്പൻ തുറന്നു പറഞ്ഞതുപോലെ, നമ്മുടെ നക്കീരൻ ഗോപാലിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞതുപോലെ പറയാൻ ധൈര്യം കാണിച്ചു എന്നുള്ള ആ സത്യസന്ധത കാണിച്ചു എന്നുള്ളതിൽ ഞാൻ ഇയാളെ അംഗീകരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇയാൾ അത് കാണിച്ചല്ലേ, ഇത് ഞാൻ ബിനാമി ഏർപ്പാട് കാണിച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ ഇല്ലീഗൽ ബിസിനസ്സാണ് ചെയ്തിട്ടുള്ളത്. വി ക്യാൻ ബിസിനസ് ഡയറക്ട്ലി വിത്ത് ഗവൺമെൻറ്, സോ വി ഡിഡ് ബിനാമി ബിസിനസ്.
എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പിന്നെ ബിനാമി എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് വാക്ക് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ബിനാമി എന്നുള്ള സ്വാഭാവികമായിട്ട് ഇപ്പോൾ മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബിനാമി. പദമാണ്. അപ്പം ഞാൻ പറയുന്നത് പിന്നെ നേരിട്ട് അങ്ങനെ സത്യസന്ധമായ ബിസിനസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വളരെ വഴി കൂടെ ബിനാമി ബിസിനസ് നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ബിനാമിയാണെന്ന് പറയുന്നു, ഞാൻ ഫ്രോഡാണെന്ന് പറയുന്നു, ഞാൻ ഇല്ലീഗൽ ബിസിനസ് നടത്തുന്നവനാണെന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ ഡോക്ടറേറ്റും പിന്നെ തട്ടിപ്പിലൂടെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇവിടെ നന്മപരമായിട്ട് നടക്കുന്നു. ഞാൻ പറയട്ടെ, ഫിറോസ് കുന്നംപറമ്പിലൊക്കെ ഇയാളെക്കാൾ ഫാർ ബെറ്റർ ആണെന്നേ. അങ്ങനെയാണെങ്കിൽ അവന് 10 ഡോക്ടറേറ്റ് കൊടുക്കണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എത്ര പേരാണ്, എത്ര കോടികളാണ് ഇയാളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് പാർട്ട്ണറാക്കാം എന്നുള്ള ഒരു വ്യാജ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഇപ്പോൾ വീടും കുടുംബവും നഷ്ടപ്പെട്ട് തെരുവിൽ ഇറങ്ങി നടക്കുന്നതെന്നറിയോ? അതെ, കോടികളുടെ വീട് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ വീടായിരിക്കും. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ നനവുള്ള പൈസ കൊണ്ട് ആ വീട്ടിലൊരു ഇഷ്ടികയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് കുറ്റബോധമില്ലാതെ ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നത്? അതാലോചിക്കണ്ടേ? എത്രയോ മനുഷ്യരുടെ കണ്ണീരിൻ്റെ നനവുള്ള പൈസയാണ് അയാൾ എടുത്ത് ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ ഇയാളും പൗലോസ് തേപ്പാല എന്ന് പറയുന്ന ആളും കൂടെ ചേർന്നുകൊണ്ട് അങ്കമാലിയിൽ ഒരു സ്ഥാപനം നടത്തി, അക്കാദമി. ഇതിന്റെ പേരിൽ പാവപ്പെട്ട പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ഗ്രാൻഡ് ലക്ഷങ്ങളാണ് തട്ടിച്ചത്. അത് മാത്രമല്ല, 5 കോടി രൂപയാണോ? അലിയസ്കർ പാഷ IAS ആണ് ഈ തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്നത്. അയാളെ അവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ട് പിന്നെ താമസിപ്പിച്ചേക്കായിരുന്നു ഇയാളുടെ ഫ്ലാറ്റിൽ. ഇയാൾക്ക് പിന്നെ ഒരു ഗുണമുണ്ട്. ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നെ ഒന്നും മാതിരിയല്ല. ഞാനൊക്കെ മദ്യപിക്കാനിരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡായിട്ട് കഴിക്കും. ഇയാൾ പിന്നെ വെള്ളം അടിക്കുന്ന സമയത്ത് ഒരു പെഗ് അടിച്ചാൽ ആ പെഗും കൊണ്ട് അവസാനം വരെ അദ്ദേഹം ഇരിക്കും. മെല്ലെ സ്മാർട്ട് സിപ്പ് അടിച്ചിട്ടേ ഇരിക്കത്തുള്ളൂ. ആ കാര്യത്തിലൊക്കെ ഞാൻ അയാളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറയട്ടെ, ഇയാൾ എന്ത് ഇല്ലീഗൽ ബിസിനസ് നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സൗദിയിലെ ഏറ്റവും വലിയ ഇല്ലീഗൽ ബിസിനസ് നടത്തുന്നത് ചാരായം പാറ്റ. ഇനി അത് നടത്തിയോന്ന് അറിയത്തില്ല. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം അവിടെ ഇത് ലീഗലി അലോഡ് അല്ലാത്തതുകൊണ്ട് ഇപ്പോഴും അവിടെ അമേരിക്കൻ ആർമി ബേസിലൊക്കെയാണ് സൗദിയിലുള്ളത്. കാരണം സൗദി ഒരു വിശുദ്ധ ഭൂമി ആയതുകൊണ്ട് അങ്ങനെ അമേരിക്കൻ ആർമി ബേസിൽ പിന്നെ അതും പിന്നെ പന്നിയിറച്ചി എല്ലാം അലോഡാണ് സൗദിയിൽ. പക്ഷേ ഇയാൾ അവിടെ ഇല്ലീഗൽ ബിസിനസ് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ചാരായം പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലീഗൽ ബിസിനസ് എന്തോ ആവാലോ. അവിടുത്തെ നിയമവിരുദ്ധമായ ബിസിനസ് നടത്തി എന്നുള്ളതാണ് പറഞ്ഞത്. ആ നിയമവിരുദ്ധമായ ബിസിനസ്സിൽ എന്തും പെടും. എന്ത് ഇല്ലീഗൽ ബിസിനസ്സാണ് ഇയാൾ നടത്തിയെന്ന് അയാൾ പറയണ്ടേ? ഇയാൾ പറയേണ്ടതാ ഇല്ലീഗൽ ബിസിനസ് ഞാൻ നടത്തി എന്ന് പറയുമ്പം ആ ഇല്ലീഗൽ ബിസിനസ് നടത്തിയവന് ഉളുപ്പില്ലാതെ വന്ന് അയാൾ സത്യസന്ധത കാണിച്ചിട്ടുണ്ട്. ഈ ഇല്ലീഗൽ ബിസിനസ് നടത്തിയവൻ ഇപ്പോഴും ഇല്ലീഗൽ ബിസിനസ്സാണ് തുടരുന്നത്. പഠിച്ചതേ പാടൂ എന്ന് പറയാറുണ്ട്. ഇപ്പോഴും പിന്നെ ആളുകളെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം അവിടെ പറയുന്നത് എന്താ, പിന്നെ മാനുഫാക്ചറിങ് മേഖലയിലേക്ക് പിന്നെ ഇദ്ദേഹം പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാൻ ഗ്രൂപ്പ് ഫോക്കസിങ് ഓൺ പിന്നെ സച്ച് എക്സെട്ര അയാൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന കാര്യങ്ങളിലാവുന്നു. ഇയാളുടെ ഇറാൻ ഗ്രൂപ്പ്, ഇയാളുടെ നിയന്ത്രണത്തിലുള്ള ഇറാൻ ഗ്രൂപ്പ് ദേ ആർ ഫോക്കസിങ് ഓൺ ചീറ്റിംഗ്. അതാ പറയണ്ടേ, അല്ലാതെ വേറെ ഒന്നും ബ്ലാ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ ചീറ്റിങ്ങിനാണ്. അപ്പോൾ പ്രസക്തമായ ഒരു ചോദ്യമാണെന്ന്, എന്തുകൊണ്ട് ഇറാമിനെതിരെ ഇത്രയധികം ആളുകൾ രംഗത്ത് വന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് കണ്ടതായി നടിക്കുന്നില്ല? പരസ്യം കൊടുക്കുന്നുണ്ട്, വിലക്കെടുക്കുന്നുണ്ട്. ഇയാളിപ്പോൾ പിന്നെ ഒന്നും വേണ്ട, നടൻ സിദ്ദിഖിൻ്റെ ആത്മകഥ പ്രകാശനം നടത്താൻ ഇയാളാ പോയെ. സിദ്ദിഖിൻ്റെ ആത്മകഥ പ്രകാശനം നടത്തിയതേ ഓർമ്മയുള്ളൂ. സിദ്ദിഖിനെതിരെ പിറ്റേന്ന് രേവതി സമ്പത്തിൻ്റെ ആരോപണം വരുന്നു. നല്ല രാശികളാണ്. മാത്രമല്ല ഇയാൾ പിന്നീട് പറഞ്ഞിട്ടുള്ളത് സൗദി ഇലക്ട്രിസിറ്റി അപ്രൂവ്ഡ് അവർ പ്രൊജക്റ്റ് എന്നാണ് പറഞ്ഞത്. സൗദി ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവ്ഡ് അവർ പ്രൊജക്റ്റ്. അവർ പിന്നെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തു. ഈ ടോയ്ലറ്റിൻ്റെ പേരിൽ ബിൽഗേറ്റ്സിൻ്റെ അടുത്തുനിന്ന് കോടികൾ അടിച്ചെടുത്തവന് പിന്നെ സൗദി ഗവൺമെൻറ്റിനെ പറ്റിക്കാനാണോ ബുദ്ധിമുട്ട്? ബിൽഗേറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അട്ടയുടെ പുക്കിൾ കണ്ട ബിസിനസ്സുകാരനാണ്. അയാളുടെ നല്ല മനസ്സ്, അയാളുടെ പിന്നെ പുതിയ ഇന്നോവേഷൻസിന് കൊടുക്കുന്ന ഫണ്ട് അത് അടിച്ചു മാറ്റിയിട്ട് അതിൽ നിന്ന് കാറ് മേടിച്ചവനാ ഈ പറയുന്ന സിദ്ദിഖ് എന്ന് പറയുന്നവൻ. നാണമില്ല, ഇവനെ ഉളുപ്പില്ല എന്നുള്ളതാണ്. ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി നിൽക്കുമ്പം എല്ലാം ഉപേക്ഷിച്ച്, ശ്രീബുദ്ധനെ പോലെ എല്ലാം ഉപേക്ഷിച്ച് ചാരിറ്റി വർക്കിന് വേണ്ടി അയാളും അയാളുടെ ഭാര്യയും കൂടെ ബില്ലിൻ്റെ ഭാര്യയും കൂടെ പേരിലുള്ള ഫൗണ്ടേഷൻ തുടങ്ങിയിട്ട് ചാരിറ്റി ആക്ടിവിറ്റീസ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിയവരാണ്. അപ്പോഴാണ് ഇവൻ അതിൽ നിന്ന് നക്കിയെടുത്ത് പോയിട്ടുള്ളത്. നക്കിയെന്നല്ലാതെ എന്താ ഇതിന് പറയുക? അത് മാത്രമല്ല, ഇതിനകത്ത് ഇയാൾ പറയുന്നൊരു കാര്യമുണ്ട്, സോ മെനി ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഐ ആം ഡൂയിങ് ഇൻ KSA സൗദി. സോ മെനി ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഹി ഈസ് ഡൂയിങ് ഇൻ ഇന്ത്യ ആൾസോ. കാരണം ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നടക്കുന്നത്. ആൾക്കാരെ ഇങ്ങനെ ഉടായ്പ പറഞ്ഞ് പറ്റിക്കുക, സപ്ലയേഴ്സിന് പൈസ കൊടുക്കാതിരിക്കുക. പിന്നെ ഇയാൾക്ക് ചെയ്തുകൂടെ? ഇയാൾക്ക് എന്തു സംഭവം വേണമെങ്കിൽ കൊണ്ടുവരാം. കാരണം സപ്ലയേഴ്സിന് പൈസ കൊടുക്കുന്നില്ല.
ലേബേഴ്സിന് പൈസ കൊടുക്കുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്ത പാർട്ട്നേഴ്സിന് ലാഭത്തിന്റെ വിഹിതം പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് പോലും തിരിച്ചു കൊടുക്കുന്നില്ല. എന്നിട്ട് ആൾക്കാരെ കൊണ്ടിട്ട് ഓരോ കള്ളക്കേസിൽ കൊടുക്കുക. പിന്നെ നമുക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചേക്കുക. മറുപടി പോലും അയച്ചിട്ടില്ലല്ലോ, സിബി അയച്ചിട്ടില്ലല്ലോ, ഞാനും അയച്ചിട്ടില്ല. വക്കീൽ നോട്ടീസ് അയച്ചേക്കുക. നിയമപരമായിട്ട് തന്നെ നമുക്ക് നീങ്ങാവുന്ന, നിയമപരമായിട്ടൊക്കെ നീങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന് മുമ്പ് ശ്രദ്ധിക്കാവുന്നത് എന്താണെന്നുള്ള കേരളീയ സമൂഹത്തിനെ അറിയിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ മുമ്പിലുണ്ടായിട്ട് പോലും നമ്മൾ സമയം കൊടുക്കുന്നത് മര്യാദയ്ക്ക് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് അവരെ ആത്മഹത്യയിൽ നിന്ന് അയാൾ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ രക്ഷപ്പെടുത്തട്ടെ എന്ന് കരുതിയിട്ടാണ്. അത് കരുതിയിട്ട് അയാൾ തലയിൽ കയറിയിട്ട് കണ്ട വക്കീലന്മാരെ വിളിച്ചിട്ട് അയാൾ സുപ്രീം കോടതിയിലെ വക്കീലിനെ കൊണ്ട് വക്കീൽ നോട്ടീസ് അയപ്പിച്ചാലും നമുക്ക് പുല്ല് വിലയാണ്. വക്കീൽ നോട്ടീസ് എന്നുള്ള പദത്തെയൊക്കെ നമുക്ക് ബഹുമാനിക്കാം. പക്ഷേ സിദ്ദിഖ് അഹമ്മദിനെ പോലുള്ള തട്ടിപ്പുകാർ നമുക്കൊക്കെ എതിരെ അയക്കുന്ന വക്കീൽ നോട്ടീസിന് നമ്മൾ കറുവേപ്പിലയുടെ വില പോലും നമ്മൾ കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി സിദ്ദിഖ് അഹമ്മദിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കണം. നിങ്ങൾ ഈ ബാർക്കറേറ്റ് തട്ടിപ്പിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ തട്ടിപ്പുകാർ നിങ്ങൾക്ക് കൊണ്ടുപോയി പരസ്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ തട്ടിപ്പുകാർക്കെതിരെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കില്ല എന്നുള്ള നിങ്ങളുടെ നിലപാട് മാറ്റണം. അല്ല, അത് കൈക്കൂലിയാണ് സിബി. അതായത് എൻ്റെ അനീതിക്കെതിരെ നിങ്ങൾ മിണ്ടരുത്, പകരം നിങ്ങൾക്ക് ഞാൻ പരസ്യം തരാമെന്ന് പറഞ്ഞാൽ പരസ്യത്തിന് പൈസയാണല്ലോ. അപ്പം കാശ് കൊടുത്തിട്ട് എനിക്കെതിരായിട്ടുള്ള വാർത്ത നിങ്ങൾ കൊടുക്കരുതെന്ന് പറയല്ലേ ചെയ്യുന്നേ, കൈക്കൂലിയല്ലേ ചെയ്യുന്നേ. അത് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ പിന്നെ പരിധിയിൽപ്പെടുത്തണം എന്നുള്ള അഭിപ്രായം എൻ്റെ. കാരണം അവരുടെ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും വാർത്ത അങ്ങനെ മുക്കുന്നുണ്ടെങ്കിൽ അത് മാധ്യമ എത്തിക്സിന് യോജിക്കാത്തതാ. എന്നിട്ട് മാധ്യമ ധാർമ്മികതയെക്കുറിച്ച് ക്ലാസ് എടുക്കരുത്. അതെ, ശ്രീകണ്ഠൻ നായരൊക്കെ ഇങ്ങനെ ഈ ധാർമ്മികതയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇതുപോലുള്ള തട്ടിപ്പുകാരുടെ പരസ്യം മേടിച്ചിട്ട് ഇതുപോലുള്ള വാർത്തകൾ മുക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുകൂടി പറയേണ്ടി വരും. പുള്ളിക്ക് അറിയുമെന്ന് അറിയത്തില്ല കേട്ടോ ഈ സംഭവം. ഇയാളുടെ ഈ സംഭവം ഇതൊക്കെ അറിയാവുന്ന ഈ പറഞ്ഞ പിന്നെ ഇരകളെല്ലാം ഇവരുടെയൊക്കെ പോയിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞിട്ടുള്ളത് സിൻസ് ലാസ്റ്റ് 3 decades I am here. ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്ന ഉടായ്പ്. മാസത്തിൽ 1-2 ദിവസമോ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ ഒരാഴ്ച ഇവിടെ വന്ന് നിൽക്കുമ്പം ഇവിടെ ഇത്രയും ഉടായ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സൗദിയിലും നിൽക്കുന്ന ആൾ 30 വർഷം 38 വർഷമായിട്ട് അവിടെ എത്രത്തോളം ഉടായ്പ് കാണിച്ചു കാണും. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ വരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു രാജ്യത്തെ ജനതയുടെ മുഴുവൻ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. ഇന്ത്യക്കാരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന കാര്യമാണ്. ഇയാൾ ചെയ്ത ഇല്ലീഗൽ ബിസിനസ് എന്താണ്, ഇയാളുടെ ബിനാമി ഏർപ്പാടുകൾ എന്താണ്, ഇതെല്ലാം അയാൾക്ക് തുറന്നു പറയേണ്ടതാണ്. ഇപ്പം ഇയാളുടെ ഈ ലിങ്കുകളും പിന്നെ ഓരോന്നും ഇയാളുടെ ഓരോ സോഴ്സുകളും നമ്മളിപ്പോൾ പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ ഇയാൾക്കിപ്പം BJP-യിലുള്ള ആക്സസ് എവിടെ നിന്നാണെന്ന് നമുക്കറിയാം. CPM-ലെ ആക്സസ് അത്യാവശ്യമൊക്കെ അതെല്ലാം ക്ലോസ് ആയി. പിന്നെ UDF-നകത്ത് ആകെയുള്ള ആക്സസ് എന്ന് പറയുന്നത് അയാൾക്ക് ഒന്നിലേക്ക് ഒതുങ്ങി. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരുത്തം പോവുകയാണെങ്കിൽ അപ്പം നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാം കേരളത്തിനകത്ത്. പിന്നെ BJP-ലെ ആക്സസും ഉള്ളത് ഏതാണെന്നുള്ളത് അറിയാം. അത് അടുത്ത ദിവസങ്ങളിൽ ബ്ലോക്ക് ആവാൻ പോവുക. ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇയാൾ മേപ്പോട്ട് നോക്കിയിരിക്കേണ്ടി വരും, ഗോപി വരച്ചിരിക്കേണ്ടി വരും. ഈ കടുകിനകത്തും മുളക് മേടിക്കുന്നതിനകത്തൊക്കെ അഴിമതി നടന്ന സമയത്ത് കടുകെന്നാൽ ഒരു ചെറുമണിയെങ്കിലും അതിലും കക്കാൻ കോടികൾ പരതും, മുളകെന്നാൽ എരിയുമെങ്കിലും അതിലും കക്കാൻ കോടികൾ പരതും എന്ന് പറഞ്ഞ മാതിരി എവിടെയും മനുഷ്യനെ പറ്റിക്കുക. സെക്യൂരിറ്റി ജീവനക്കാരൻ തൊട്ട് അത് മാസം വല്ല 10-12,000 രൂപയ്ക്ക് ഇരിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാർ തൊട്ട് സ്വന്തം പാർട്ട്ണർമാരായിരുന്നവരുടെ കോടികൾ വരെ പറ്റിച്ച ഒരു ഭൂലോക ഉടായ്പാണ്, ഫ്രോഡാണ്. അതിന് പറ്റിയ ഒരു അമ്മായിയപ്പനെയും കിട്ടിയിട്ടുണ്ട് ഈ കൂട്ടുകച്ചവടത്തിനെല്ലാം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീണ്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ സ്കൂളിൻ്റെ അപ്രൂവൽ, അയാളുടെ CBSE സ്കൂളിൻ്റെ അപ്രൂവൽ, അയാളുടെ DLD-8 സെൻറ്ററിൻ്റെ അപ്രൂവൽ, അയാളുടെ അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അപ്രൂവൽ, അയാളുടെ LP സ്കൂളിൻ്റെ അപ്രൂവൽ, അയാളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ആ കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടത്. അയാൾ കരുണ ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ് ഇപ്പുറത്ത് ഏറ്റെടുത്തപ്പോൾ ഇത് രണ്ടിൻ്റെ മാനേജ്മെൻറ്റിനകത്ത് ഡയറക്ടർ ബോർഡിനകത്ത് ഒരേ ആളുകൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ആളെ മാറ്റി പേരെ കൊടുക്കുമെന്നുള്ള അറിയത്തില്ല. തേപ്പാല അങ്ങനെ വന്നേക്കുന്നത്. തേപ്പാല ഇതിനകത്ത് തനി തെമ്മാടത്തിന് ഷെവലിയറാണ്. എന്ത് ഷെവലിയർ? ആൾക്കാരെ പറ്റിക്കുന്നവൻ ഷെവലിയറോ? ഇതാണ് സ്ഥിതി. അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്ത് ഇയാൾ എത്ര പ്രാവശ്യം ഉംറയ്ക്ക് പോയിട്ട് എത്ര പ്രാവശ്യം ഹജ്ജിന് പോയിട്ടും എന്ത് കാര്യമുള്ളേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ ഈ കല്ലെറിയുന്ന ഇതുണ്ടല്ലോ, സാത്താനെ ഇബ്ലീസിനെ കല്ലെറിയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇയാളുടെ ചതിയിൽപ്പെട്ടതിനകത്ത് മുസ്ലിം സഹോദരന്മാർ ഒരുപാട് പേരുണ്ട്. ഇയാൾ ഉംറയ്ക്ക് പോകുന്ന സമയത്തോ ഹജ്ജിന് പോകുന്ന സമയത്തോ അവരും കൂടെ പോണേ. എന്നിട്ട് ഈ ഇബ്ലീസിനെയാണ് കല്ലെറിയേണ്ടത്. യഥാർത്ഥത്തിൽ ഇയാൾ ഈ മനുഷ്യരെ സെറ്റിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സിദ്ദിഖ് അഹമ്മദിനോടാണ് പറയുന്നത്. ഡോക്ടർ ശ്രീ രവിശങ്കർ എന്ന് പറയുന്ന പോലെ അവിടുന്ന് ഡോക്ടറേറ്റ് ഇവിടുന്ന് ഡോക്ടറേറ്റ് തട്ടിപ്പ് ഡോക്ടറേറ്റ് മുഴുവൻ മേടിച്ചിട്ടുള്ള നിൻ്റെ എല്ലാ ചരിത്രവും ഞങ്ങൾക്കറിയാം. നിൻ്റെ എല്ലാ ചരിത്രവും എല്ലാം വലിച്ചു കീറി അറിയാനറിയാം. നിൻ്റെ അമ്മായിയപ്പൻ എന്താണെന്നറിയാം. നിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ ജോലി രാജിവെച്ച് പോരാനിടയായ സാഹചര്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം നീ എന്നെ ഒഴിവാക്കിയല്ലോ, ടെർമിനേറ്റ് ചെയ്തതല്ലല്ലോ.
ഞാൻ അസിസ്റ്റന്റ് മാനേജർ സ്ഥാനം രാജിവെച്ചാൽ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ യോജിച്ച് പോകാൻ പറ്റാഞ്ഞിട്ടാ. അവിടെ ഗസ്റ്റിനെ മുഴുവൻ കൊണ്ടുവന്ന് ഞാനാ പങ്കെടുത്ത ഗസ്റ്റിനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, അവരെ കൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് പറയിപ്പിക്കും. ഏതെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് നോക്കാം. അല്ല, ഒരു ഫിലിം സ്റ്റാറിനെ അവരെ കൊണ്ടുവന്നത് ഞാനാ, എൻ്റെ ഗൗരവത്തിലാണ് വന്നേ. അവനെ എനിക്ക് ഇവിടെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ പറ്റും, ഞാൻ പറഞ്ഞിട്ടാണ് വന്നതെന്നുള്ളത്. സിദ്ദിഖ് അഹമ്മദ് അധികം കളിക്കരുത്, പൗലോസ് തേപ്പാലയും കളിക്കരുത്. തെമ്മാടത്തിലെ എണ്ണം കാണിച്ചു. അന്നൊരു പള്ളി പോയിട്ട് വലിയ വിശുദ്ധൻ, നീയൊക്കെ യേശു ക്രിസ്തുവിനെ വിളിക്കാൻ പറ്റുന്ന ഈ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പള്ളി മലിനമാകുമെന്നേ. അതുകൊണ്ട് സിദ്ദിഖ് അഹമ്മദിനോടും പൗലോസ് തേപ്പാലയോടും തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ, അങ്ങേയറ്റത്തെ ആത്മധൈര്യത്തോടെ, പിന്നെ അടിയുറച്ച നിശ്ചയദാർഢ്യത്തോടെ വെല്ലുവിളിക്കുകയാണ്. വക്കീൽ നോട്ടീസ് അല്ല, അതിനപ്പുറം നിങ്ങൾ പോയാലും നിങ്ങൾ ഈ സംഭവങ്ങൾ ഈ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതിനപ്പുറത്തേക്ക് പോകും. അത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതാവും. അത് കാര്യത്തിലൊരു സംശയവും വേണ്ട.